ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിലൊന്ന് തന്നെയാണ് പുഷ്പ 2 എന്ന് പറയുന്നത്. ഓൾറെഡി ഈ വർഷം ഇറങ്ങിയ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഇപ്പം ഗോട്ടായാലും കങ്കുവ ആയാലും പറഞ്ഞതുപോലെ കങ്കുവ ഓൾറെഡി മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ പോയി. ഗോട്ടും ഏകദേശം ആ ഒരു റേഞ്ച്, ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജിൽ നിൽക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി പ്രതീക്ഷയുള്ളത് ഈ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിലാണ്. ഇന്നലെ പുഷ്പയുടെ അല്ലെങ്കിൽ പുഷ്പ 2-ൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാണ്. 2021 പുഷ്പ ഇറങ്ങുന്നത്. ഇപ്പം 2022, 2023, 2024 മൂന്നാമത്തെ വർഷം അവസാനം ഡിസംബറിൽ, അതായത് 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആ ഒരു സീക്വൽ വരുന്നത്. അപ്പം അത്രയും കാലത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ട് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ടും അല്ലെങ്കിൽ ഒരു ട്രെയിലർ കാണാനായിട്ടൊക്കെ. കാരണം ഫസ്റ്റ് നിർത്തുന്നത് അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി പലരും പറയുന്നുണ്ട് ഈ സെക്കൻഡ് പാർട്ടിൽ ഫഹദിൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ്, അല്ലെങ്കിൽ അല്ലു അർജുനേക്കാൾ പുഷ്പയേക്കാൾ വലിയ റോളാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചുമ്മാ ആണ്. കാരണം ഒരു തെലുങ്ക് സിനിമയിലെ നായകനേക്കാൾ വലിയ വില്ലനൊന്നും വരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഫൈനലി അതിൻ്റെ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബർ 5 സിനിമ റിലീസാകുന്നതൊക്കെ നമുക്കറിയാം. അപ്പം ട്രെയിലർ കണ്ട സമയത്ത് ഓക്കെ പല സാധനങ്ങളും ഓക്കെ സ്വാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആക്ഷൻ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം KGF ഓൾറെഡി KGF 1 ഉം 2 നമ്മൾ കണ്ട്. KGF 2 പുഷ്പ റിലീസായി അടുത്ത വർഷം 2022 റിലീസായത്. അപ്പം അതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് വെച്ചിട്ട് ഇങ്ങനെ സ്വാഗുള്ള സിനിമകൾ, മാസ് സിനിമകൾ എന്നൊക്കെ കാണുമ്പം KGF ലെവലിലേക്ക് വന്നിട്ടുണ്ടോ? അത് ഇപ്പം സലാറ് പോലും KGF ലെവലിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും സിനിമകളിലില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ റിലീസാകാനായിട്ട് വന്നത്. ഫസ്റ്റിൽ ഒരു ഭയങ്കര സിമ്പിൾ സ്റ്റോറി, ഒരു ഓക്കെ റീവാച്ചബിൾ സിനിമയൊക്കെയാണ്. പക്ഷേ ഇത് പറയുന്ന പോലെ ഭയങ്കര സംഭവം അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറി, പെർഫോമൻസ് അതൊന്നുമല്ല. നമ്മൾ റീവാച്ചൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഓക്കെ സിനിമയായിരുന്നു അത്. ഒരു ബിലോ ആവറേജിന് അല്ലെങ്കിൽ ആവറേജിന് മണ്ടയ്ക്ക് നിൽക്കുന്ന സിനിമ ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്ന സിനിമ കൂടിയാണ്. അപ്പം ഇതിനകത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന പുഷ്പയാണ് ഇപ്പം ഒരു ഇൻ്റർനാഷണൽ ലെവൽ. അതിൽ ഇതിനകത്തൊരു പർട്ടിക്കുലർ ഡയലോഗുണ്ട്, പുഷ്പ നാഷണലാണെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല, പുഷ്പ ഇൻ്റർനാഷണലാണ്. ഈ സെയിം പോലത്തെ ഒരു ഡയലോഗ് KGF-ലുണ്ട്. മറ്റേ ഐ ആം ദ CEO ഓഫ് ഇന്ത്യ എന്ന് യാഷു പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് പുള്ളി ചൈനയിലോ ജപ്പാനിലോ അവിടെ ഇവിടേക്ക് പോലുള്ള ഫൈറ്റൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പുഷ്പയുടെ കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, രക്തചന്ദനത്തിൻ്റെ ഒരു വലിയ കൂമ്പാരം തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഫഹദിൻ്റെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഇത് സ്റ്റോറിയിൽ വർക്കാവും. കുറേ സീനുകളൊക്കെ നല്ല സീനുകളൊക്കെ ഉണ്ട്. ഇപ്പം പുഷ്പയുടെ ആണെങ്കിലും ഫഹദിൻ്റെ ആണെങ്കിലും കുറേ സീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു സീനുകളൊക്കെ സ്റ്റോറിയിൽ എങ്ങനെ ആപ്റ്റാവും, സ്റ്റോറി എങ്ങനെ വർക്കൗട്ട് ആകും എന്നറിയാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം പലരും ഈ സിനിമ വരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ വ്യൂവേഴ്സ് കമ്പയർ ചെയ്യാൻ പോകുന്നത് KGF-നെ വെച്ചിട്ടായിരിക്കും. KGF ലെവലിലേക്ക് സിനിമ വന്നോ എന്നുള്ളത്. അപ്പം ആ ഒരു ലെവലിലേക്ക് സിനിമ വന്നില്ലെങ്കിൽ പലരും സലാറിന് സംഭവിച്ച പോലെ തന്നെ ഈ പറയുന്ന ഓക്കെ ഇത് KGF ലെവൽ സിനിമയല്ല, അപ്പം അതുകൊണ്ടൊരു നല്ല സിനിമയല്ല എന്ന് മേ ബി പറഞ്ഞേക്കാം. ഫൈറ്റ് കാര്യങ്ങൾ കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ല ഫയർ ആണോ എന്ന് ഫഹദ് ചോദിക്കുന്ന സമയത്തല്ല വൈൽഡ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ, പിന്നെ ആസ് യൂഷ്വൽ രാഷ്മികയുടെ ഗുണമധികാരമൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ സിനിമ റിലീസായെങ്കിൽ നമുക്ക് ആ ഒരു പറയുന്ന എന്താണ് ഇതിനകത്ത് ഡയറക്ടർ ഉദ്ദേശിച്ചത്, ഈ ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ട് പുള്ളി അടിച്ച് പണിഞ്ഞ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അപ്പം സെക്കൻഡിൽ ഫഹദ് എന്ന് പറയുന്നൊരു മെയിൻ വില്ലനായിട്ടൊന്നും അല്ല, വലിയ വില്ലന്മാർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പുഷ്പ വളരുന്നു. പുഷ്പ അങ്ങനെ ഒരു ഭയങ്കര ഈ ചന്ദനക്കടത്ത്, അതിൻ്റെ മാഫിയ, അത് വലിയ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് തോന്നും. എന്തായാലും കുറേയധികം ആക്ഷൻ സീക്വൻസുകളും പൊട്ടിത്തെറികളും ബോംബ് വെടിവെപ്പ് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശ്രീലീലയുടെ ഡാൻസ് ഉണ്ട്, അത് ഐറ്റം ഡാൻസൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് ദിവസം ഇനി വെയിറ്റ് ചെയ്താൽ മതി സിനിമ റിലീസാകാനായിട്ട്. ട്രെയിലർ എനിക്ക് കുഴപ്പമൊന്നും ഈ പറയുന്ന പോലെ അങ്ങനെ മോശം ട്രെയിലറൊന്നും ഞാൻ ഫീൽ ഇല്ല ഈ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇതെങ്ങനെ വർക്കൗട്ട് ആകുന്നു ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയെ ഒരു KGF ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കിപ്പോഴുണ്ട്.
അത് സിനിമ കണ്ടു കഴിയുമ്പം അത് മാറും, അല്ലെങ്കിൽ എനിക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുമെന്നാണ് തോന്നുന്നത്. പലരും അങ്ങനെ ആയിരിക്കും. എന്തായാലും നമുക്ക് സിനിമ വരുമ്പം അത് കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്, അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പറയുന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് KGF പുഷ്പ 2 ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് പുഷ്പ 2 ട്രെയിലർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു വികാരം കാണില്ല, അതെന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റും. ബൈ ഗൈസ്.